ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് സഹായം ആവശ്യമായി വരുന്നു. പലരെയും നാം സഹായത്തിനായി സമീപിക്കാറുണ്ട്. ചിലരൊക്കെ നമ്മെ സഹായിച്ചെന്ന് വരും, മറ്റു ചിലർ പല ഒഴിവുവഴികൾ പറഞ്ഞ് നമ്മളെ തന്നെ ഒഴിവാക്കിയെന്നും വരാം. എന്നാൽ ശരിക്കും നാം സഹായം ആരോടാണ് ആവശ്യപ്പെടേണ്ടത് എന്ന് 121 സങ്കീർത്തനം വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. 121 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ ഭക്തൻ ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സഹായം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിൻ്റെ മറുപടിയായി 2 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. മനുഷ്യന് നമ്മെ സഹായിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഈ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ സർവശക്തനാകുന്ന ദൈവത്തിന് നമ്മെ സഹായിപ്പാൻ കഴിയുന്നതാണ്. ആ സഹായിക്കുന്ന ദൈവത്തോട് നാം അടുത്തു ചെല്ലണം. നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, കുറവുകൾ, ബലഹീനതകളെല്ലാം ആ ദൈവത്തോട് പറയണം. നിങ്ങൾക്ക് ആവശ്യമായ സഹായം എന്താണോ അത് ചെയ്തു തരുവാൻ നിങ്ങളോട് വിശ്വസ്തതയുള്ള, നിങ്ങളെ സഹായിപ്പാൻ ശക്തിയുള്ള ഈ ആകാശത്തെയും ഭൂമിയെയും അതിലുള്ള സകല സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച അത്യുന്നതനാകുന്ന ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ സഹായം ആവശ്യപ്പെടണം. ഈ